കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഇറ്റാലിയൻ ഡിഷായ വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. പാസ്ത, ഗാർലിക്, ഒനിയൻ, ക്യാരറ്റ്, കോൺ, ക്യാപ്സിക്കം, ബട്ടർ, കോൺഫ്ലോർ, മിൽക്ക്, ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, ചീസ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിന് ഉപയോഗിക്കേണ്ടത്. ആദ്യം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പാസ്ത ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് പാസ്തയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 2 സ്പൂൺ ഓയിലും കൂടെ നമുക്ക് ചേർത്ത് ഒന്ന് ഇളക്കി ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ചേർത്ത് കൊടുക്കാം. ഈ ഗാർലിക്കിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയനും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനിടയ്ക്ക് നമ്മൾ വെച്ചിരിക്കുന്ന പാസ്ത ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് അടി പിടിക്കാതിരിക്കാനായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഒനിയനിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന കോണും കൂടെ നമുക്ക് ചേർക്കാം. ക്യാപ്സിക്കം കൂടെ ചേർത്തൊന്നുകൂടെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒത്തിരി കുക്കായി പോകേണ്ട ആവശ്യമില്ല. ഒരുവിധം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇപ്പം ഇനി നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ പാസ്ത നമുക്കൊന്ന് നോക്കാം. പാസ്ത നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി തളിച്ചു കൊടുക്കാം. ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ പാസ്ത നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിയതാ അതൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ചേർത്ത് നമ്മളിനി സോസ് ഉണ്ടാക്കാനായിട്ട് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മളൊരു 4 സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടറും കോൺഫ്ലോറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കോൺഫ്ലോറിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 2 കപ്പ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ മിൽക്ക് ചേർത്ത് കോൺഫ്ലോർ കട്ടയില്ലാതെ ഒന്ന് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് ചേർക്കാം. ഞാനിവിടെ ഏകദേശം 1 സ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ചേർത്തത്. ഇനി നമ്മൾ ഏകദേശം 1 സ്പൂൺ ഒറിഗാനോയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കാം. ഇനി ഇത് നമ്മളൊന്ന് ബോയിൽ ചെയ്യാനായിട്ട് കിട്ടും. നമ്മുടെ സോസ് ഒന്ന് തിക്കായിട്ട് വേണം. സോസ് ഇപ്പോൾ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് ഇതിനകത്ത് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പാസ്ത സോസിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റായ ചീസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചീസ് ഒന്ന് മെൽറ്റ് ആകുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ചീസൊക്കെ ഇപ്പം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പാസ്ത നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് ഇനി മാറ്റാം. സെർവിങ് ഡിഷിലേക്ക് നമ്മുടെ പാസ്ത മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യും.